ഫോൺ കച്ചവടം ഉണ്ടോ അതെവിടെ? അപ്പൊ ഇത് ഫോണല്ലേ? പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കസിൻസ് വന്നിരിക്കുന്നത് ശിവകാശിയിലാണ്. നമ്മുടെ വിഷു ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിഷുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ പടക്കങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലം മുതൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ദിവസവും വിഷു തന്നെയാണ്. അപ്പോൾ പടക്കങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ശിവകാശി. അപ്പോൾ ശിവകാശിയിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കസിൻസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാർ ക്രാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാവാ. അപ്പോൾ ഇതാണ് സ്റ്റാർ ക്രാക്കേഴ്സ്. അപ്പോൾ അവരുടെ സ്ഥാപനമാണത്. അപ്പോൾ നമുക്കിന്ന് ഈ ഇതൊക്കെ പരിചയപ്പെടുത്തി തരാനായിട്ട് സ്റ്റാർ ക്രാക്കേഴ്സിൻ്റെ തന്നെ വേണു, നമ്മുടെ മച്ചാൻ വേണു ഇവിടെ ഉണ്ട്. അപ്പോൾ വേണുവാണ് നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് വേണുവിനോട് ചോദിക്കാം എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ്, അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കളർ കൊട്ടി അല്ലേ? ചെറിയ സൈസ് അല്ലേ? മീഡിയം സൈസ്. ഓക്കെ. ഇതിൻ്റെ കളർ ഏതാ വരുന്നത്? ഗ്രീൻ കളറില്. നമ്മുടെ മത്താപ്പൂ എന്ന് പറയും, ചിലർ കൊരപ്പൂ എന്ന് പറയും. അങ്ങനെ ആ സംഭവമാണത്. ഒരു ബോക്സിൽ എത്ര എണ്ണം? 10 വരും. അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം സൈസാണ് ഇപ്പോൾ വേണു നമുക്ക് കാണിച്ചത്. അടുത്ത ഐറ്റം എന്താ? നമുക്ക് പുതിയ ഐറ്റംസുകൾ കാണിച്ചൊരു വേണോ? சக்கரம் டீல சிக்கில உனக்கு பிளாஸ்டிக் குப்பையிட வந்துடும். உங்களுக்கு നിൽക്കാമ സുത്തം, നല്ല ക്ലിയർ സുത്തം. നന്നായിട്ട് നല്ലോണം കറങ്ങും ഈ പ്ലാസ്റ്റിക് ഉള്ള കാരണം സുത്തം. അത് നിൽക്കാതെ ചുറ്റും മറ്റേ പറ്റിപ്പ് പരിപാടിയല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ കണ്ടത്. അപ്പൊ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോ ഇനി അടുത്ത ഐറ്റം ഏതാ? ഒരു മിനിറ്റ് ഇവിടെ പടക്കങ്ങൾ മാത്രമല്ല കേട്ടോ. ഓപ്പോന്റെ ഒരു ഫോണുണ്ട്, ഫോണും സാംസങ്, വിവോ ഉണ്ട്, ഒരു വിവോന്റെ ഫോണൊക്കെ വരുന്നുണ്ട്. അത് ശരി വേണു. അപ്പൊ ഇത് ഇവിടെ വന്നിട്ട് ഫോൺ കച്ചവടം ഉണ്ടോ അതെവിടെ? അപ്പൊ ഇത് ഫോണല്ലേ? ഇതും പടക്കം തന്നെയാ? അത് ശരി. അത് ശരി. ഫോണാന്ന് വിചാരിച്ച് നീ ചെവിയിൽ വെക്കാൻ നിൽക്കണ്ട. ഇത് കത്തിയുടെ ആകെ ചെവിയൊക്കെ നാശം. ഇതൊക്കെയാണ് വെറൈറ്റി സാധനങ്ങൾ. അപ്പൊ ഫോണാണ്, എല്ലാ കമ്പനിയുടെയും ഫോണുണ്ട്. ഓപ്പോ ഉണ്ട്, സാംസങ് ഉണ്ട്, വിവോ ഉണ്ട്, അങ്ങനെ എല്ലാ കമ്പനിയുടെയും ഫോണ്. അല്ല ഫോണല്ല കേട്ടോ, പടക്കങ്ങള് ഇവരിറക്കുന്നുണ്ട്. അതന്നെ. ഇത് വെളിയില് അതല്ല, വെളിയിൽ ഇതിന് 10,000 രൂപ വിലയുള്ള ഫോണാന്ന് പറയണത്. അപ്പൊ ഇത് വെറും 100 രൂപയ്ക്കുള്ളൂ ഈ സാധനം ഫോണിന്. ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റും കൊടുക്കാം കേട്ടോ. അടിപൊളി സാധനമായിരിക്കും. അപ്പൊ അതൊരു പുതിയ സാധനമായിട്ടാ. ഓക്കെ. അപ്പൊ അടുത്തായിട്ടാണ് KGF വാള്. ഇത് വാളല്ല, ഇതെന്താ വേണ സംഭവം? KGF வாளு கத்தி மணிக்கே இருக்கும். ஆனா அது கத்தில இருந்து கிராக்கர்ஸ் மேல ஃபயர் பண்ணும்போது நம்மள வந்து ஸ்மோக் வரும். சும்மா அப்படியே வச்சு ഇതും ഒരു ഫാൻസി ഐറ്റം. അപ്പോൾ ഇതിവിടെ തീയാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തീയും പുകയൊക്കെ ആയിട്ട് വരും. ഇത് KGF-ന്റെ വാളാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ശിവകാശിയിലൊക്കെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. ഇത് വിസിൽ പോണുക എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സാധനമാണ്, നല്ല അടാറ സാധനം. ഇതിന്റെ പ്രത്യേകത ആണെന്ന് പറയും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? സൈറൻ പേര് സൗണ്ട് விசில் சவுண்டு கேட்கும். இங்கேருந்து ஒரு 200 மீட்டருக்கு நம்ம சுற்றிக்கலாம், எல்லாத்துக்கும் சவுண்டு கேட்கும். അതായത് 200 മീറ്ററിന്റെ ഉള്ളിൽ ഇതിന് സൗണ്ട് കേൾക്കും. ഇതിൽ 3 എണ്ണത്തിലും 3 സൗണ്ടാണ് കേൾക്കുക. ചിലത് നമുക്ക് ആംബുലൻസിന്റെ സൗണ്ടായിട്ട് കേൾക്കാം, പിന്നെ കുട്ടികൾ കരയണ പോലെ സൗണ്ട് കേൾക്കാം. അങ്ങനെ 3 വെറൈറ്റി സൗണ്ടുകളാണ് ഇതിന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അത്രയും വെറൈറ്റി സാധനമാണ്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഉപയോഗിച്ച് ഈ തണുത്ത വിഷു അടിച്ച് പൊള്ളിക്കണം. ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് ഹോട്ട് വീൽസിന്റെ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് നമുക്ക് വേണമെന്നോട് ചോദിച്ചു നോക്കാം. ഇത് വന്ന് ചക്രം. ചക്രം തന്നെയാണ്. 10 പീസ് വരും. ഡബിൾ കളർ വരും. ഓക്കെ. അപ്പോൾ 2 കളറിൽ ഇതുണ്ട്. ഓക്കെ. അടുത്ത് വന്നിട്ട് പൂച്ചട്ടില്ല. ബോക്സിൽ 5 എണ്ണം വരും. ബോക്സിൽ 5 എണ്ണം വരും. നട്ടുമണിക്ക് ഇത് വന്ന് മറ്റേ മത്താപ്പൂ മാതിരിതാ, പൂച്ചട്ടി മാതിരി. ഓക്കെ.
അപ്പോൾ അങ്ങനെ ലഡുമണി പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസ് എടുക്കണ. ഇതുണ്ട്. ഇത് വന്ന് പമ്പറല്ല. അത് മറ്റേ റോക്കറ്റ് മാതിരി ഇരിക്കും. സുത്തരുത് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് പുതിയ സാധനമാണോ അതോ കഴിഞ്ഞ കൊല്ലൊക്കെ ഉണ്ടായിരുന്നു? ഫാൻസി ഐറ്റം. ഓക്കെ ഓക്കെ. ഇതെന്താണ് കിറ്റ്കാറ്റ് ചിട്ടുപുട്ട്? ചിക്ക് ബുക്കിന്റെ പുതിയ ഐറ്റം ആണോ അത്? ഓക്കെ ഓക്കെ. ഇത് എവ്വളോ പീസ് വരും? ഇത് ബോക്സ് 10 പീസ് വരും. 10 പീസ് ആണല്ലേ? ഓക്കെ. കിറ്റ്കാറ്റാന്ന് വിചാരിച്ചാൽ തിന്നാൻ നിൽക്കണ്ട, അത് സാധാരണ പടക്കാണ്. ചിക്ക് ബുക്ക് അല്ലേ? അപ്പൊ അടുത്തത് 3 പീസ് ഫാൻസി. ഉള്ള 3 കുച്ചി இருக்கும். ஒரு பாக்ஸ்க்கு 3 எண்ணம். ഇത് വന്ന് മോളിൽ പോലെ പോയി പൊട്ടത്. മേലെ പോയി പൊട്ടും. ഇത് 3 കളർ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ഐറ്റം പേപ്പർ ബോംബാ? ഇത് വന്ന് பேப்பர் பாம். ஓகே. இது எந்த மாதிரி போட்டோம்னா பேப்பர் பாம் கேட்டா உள்ள ஃபுல்லா பேப்பர் தான் இருக்கும். பேப்பர் தான் அப்புறம் செதறும்ல. ஓகே ஓகே. ½ kg. ஓகே ஓகே. ஓகே. പിന്നെ കളർ കുട്ടി. കളർ കുറ്റി, പൂക്കുറ്റി. ഇത് വന്ന് എത്ര പീസ്? 10 എണ്ണം. 10 കളറാ അതാ ഒരു ഗ്രീൻ മാത്രമല്ല? ഇതിൽ എത്ര കളർ വരും? ഒരു പീസ് ഗ്രീൻ മാത്രം വരും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് പെരുസിരിക്കാ? இதுக்கு வழியே இருக்கு சேட்டா. இது டீலக்ஸ் 5 பீसेस. ഓക്കെ. ഡീലക്സ് 5 പീസസ്. ഇത് അതൊക്കെ പെരുസല്ല? ഇത് എന്താ കളർ വരും? സെയിം കളർ തന്നെ. ടൈമിംഗ് ഓക്കെ ഓക്കെ. ഹൈറ്റ് പടാ. ഓക്കെ ഓക്കെ. ശരി. അപ്പോൾ പൂക്കുറ്റിയിൽ വേറെ പുതിയ ഐറ്റം ഉണ്ട്. ഫാൻസി ഐറ്റം. ஒரு பாக்ஸ்க்கு 5 எண்ணம் வரும். 5மே 5 கலர்ஸ். ரெட் green yellow red green 5 കളേഴ്സ്. ഓക്കെ. 5 കളർ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇത് പൂക്കുറ്റി മാതിരി തന്നെ നല്ല ഹൈറ്റ്. ഓക്കെ. ഇതൊന്ന് കേരള ഒരു കേരള അല്ലേ? സൂപ്പർ ഡീലക്സ് ഗ്രീൻ പൂച്ചട്ടി. പൂച്ചട്ടി തന്നെ. പെരുസ്. വലിയ വലിയ സൈസ് അല്ലേ? ഇത് 2 പീസ് ആവാൻ വരുമല്ലോ? 2 പീസ്. 2 പീസ് ആവാൻ വരും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വന്ന് ബോക്സിൽ 10 എണ്ണം വരുന്ന ഐറ്റം അല്ലേ? 10 എണ്ണം വരുന്ന ഐറ്റം. അപ്പോൾ അത് വന്നിട്ട് എത്ര സമയം ഇത് കത്തും? അപ്പോൾ 14 സെക്കൻഡ് കത്തുന്ന ഐറ്റം. പെരുസ് സാധനം. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഫ്ലാഷ് അത് തന്നെ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഫ്ലാഷ് ചെയ്യണ പോലെ കത്തുന്ന ഒരു ഐറ്റം ആണെന്നാണ് അല്ലേ? അങ്ങനെ തന്നെ. അതായത് നമ്മൾ നൈറ്റ് സ്റ്റുഡിയോയുടെ അകത്ത് നിന്ന് ഉണ്ടാവുന്ന ഫ്ലാഷിന്റെ ഒരു എഫക്റ്റ് ഈ സാധനം കത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, വിഷു വീണ്ടും കളറാക്കാം. അപ്പൊ അടുത്ത് വന്നിട്ട് സ്മോക്ക് അല്ലേ? സ്മോക്ക്. ഇതിൽ വന്നിട്ട് എത്ര കളർ ഉണ്ടാവും? 3 കളർ. മൾട്ടി കളർ. അപ്പൊ ഇത് വന്നിട്ട് ആകെ പുകയ്ക്കും അങ്ങനെ. അപ്പൊ കൊതുക് ശല്യം ഇല്ലാണ്ടാവും. അപ്പൊ ആ ഐറ്റാണ് ഇതൊരു കില്ലാടി സാധനം തന്നെയാ. ഇത് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ? ഇത് ചെതറും. അണ്ണ പറയും ഇതെന്താ സാധനം? ബോംബ് പോലെ ഇരിക്കുന്നില്ല സാധനം. വലിയ സൈസ് അല്ലേ? ഇത് നല്ല സൗണ്ട് ആയിരിക്കും അല്ലേ? സൂപ്പർ സൗണ്ട് അല്ലേ? ഇതില് എത്ര പീസ് വരുന്നുണ്ട്? 10 പീസ് വരും. ഓക്കെ. ഇത് ഇട്ട ചെതറും. അപ്പൊ അടുത്ത് നോക്കിയല്ലോ. അപ്പൊ അടുത്ത ഐറ്റം എല്ലാവർക്കും സുപരിചിതമായ പടക്കം. വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ നമ്മുടെ കമ്പിത്തിരി. എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കമ്പിത്തിരി. കമ്പിത്തിരിയുടെ നമുക്ക് എന്തോരം ഐറ്റം ഉണ്ടാണോ? ഇതാണോ ഏറ്റവും ചെറിയ ഐറ്റം? ഫസ്റ്റ് സൈസ് 7 സെന്റിമീറ്റർ. സെക്കൻഡ് 10 സെന്റിമീറ്റർ. അതോടെ വലിയത് 50 സെന്റിമീറ്റർ. അതോടെ വലിയ സൈസ് 30 സെന്റിമീറ്റർ. അതോടെ പട വലിയ സൈസ് 50 സെന്റിമീറ്റർ. അപ്പൊ ഇത്ര വലിയ സാധനം വരെ നമ്മുടെ അടുത്തുണ്ട്. അതെ.
അപ്പോൾ കമ്പിത്തിരിയുടെ എല്ലാ വെറൈറ്റിയും എല്ലാ കളറുകളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 30 ஷாட் மல்டி கலர் ஒரு கட்டி 10 வச்சா 30 கட்டி மேலே போய் வெடிக்கும். അതായത് 30 ഷോട്ട് മുകളിൽ പോയി പൊട്ടുന്ന സാധനമാണ് ഈ സാധനം. അതിന് മൾട്ടി കളർ തന്നെ. അതേ கொஞ்சம் വലിയ സൈസ് 60 ഷാട്ട് അതിന്റെ 60 ഷോട്ട് വരുന്നത്. ഓക്കെ, 60 ഷോട്ട് 120. ഇത് വന്നിട്ട് 120 ഷോട്ട് പോകുന്ന അതിന്റെ പെരുസ് ഐറ്റം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ വിഷു കളറാക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ട മുകളിൽ പോയി പൊട്ടുന്ന അമിട്ടിന്റെ തന്നെ വേറെ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇത് 120 എണ്ണം പൊട്ടണതുണ്ട്. അതിന്റെ ഇപ്പുറത്ത് വന്നിട്ട് 240 എണ്ണം പൊട്ടണ ഐറ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ വിഷു കളറാക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഈ ഷോപ്പിലുണ്ട്. അപ്പൊ ഇവരുടെ തന്നെ സഹോദര സ്ഥാപനം തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ അവിടെയും കൂടി ഒന്ന് പോയി കാണുന്നുണ്ട്. അപ്പൊ അവിടെ പോയി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും ഒന്ന് കാണാം. അപ്പൊ വേണു നമ്മള് ഒരു ടെസ്റ്റ് നോക്കാൻ പോലെ അല്ലേ? പോലെ അപ്പൊ വാ. അപ്പൊ ഞങ്ങള് ഇതിന്റെ എല്ലാം ഒരു ടെസ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് വേണു. അപ്പോൾ ഞങ്ങള് ഇതിന്റെ ഒരു ടെസ്റ്റ് നോക്കാൻ പോകും. ബോംബ് പോലെ പൊട്ടാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളത്. നീ പൊട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് പരിപാടിയൊക്കെ ഗംഭീര സൗണ്ടാണ്. ഇത് വീഡിയോയിൽ എന്തോരം കിട്ടിയെന്ന് നമുക്കറിയില്ല. പക്ഷേ നല്ല സൗണ്ടും പരിപാടിയും ചെവിയൊക്കെ ഏതാണ്ട് മൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ഇതെല്ലാം പറഞ്ഞു തന്നതും ചെയ്തു തന്നതൊക്കെ നമ്മുടെ വേണു മച്ചാനാണ്. അപ്പോൾ വേണുവിന് ഞങ്ങൾ എല്ലാവിധ താങ്ക്സ് പരിപാടി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷു നേരാണ്. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് പടക്കൊക്കെ മേടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ ശിവകാശിയിലും ഒന്ന് ഈ പരിപാടികളും ഇവരുടെ ഒരു സെറ്റപ്പും ഈ പടക്ക നിർമ്മാണ പരിപാടികളൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി നമുക്ക് വളരെ ഭംഗിയായിട്ട് വേണുവിൻ്റെ ബാക്കി ചിറ്റപ്പ അവരെല്ലാം നമുക്ക് റെഡിയാക്കി തന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒരു ബൈ പറയേ. ബൈ.